കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾ KMBRൽ ബിൽഡിംഗ് കമ്പോണൻസ് ആയ ഡോർസ്, വിൻഡോസ്, സ്റ്റെയർസ് എന്നിവക്ക് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കാണാം. ഡോർസിൻ്റെ കാര്യമെടുത്താൽ എക്സിറ്റ് ഡോർവേ മാത്രമാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് 75 സെൻറ്റിമീറ്റർ ആണ് മിനിമം വിഡ്ത്തായി കൊടുക്കേണ്ടത്. പബ്ലിക് ബിൽഡിങ്ങിനാണെങ്കിൽ അത് 1.2 മീറ്റർ വിഡ്ത്ത് വരും. ബിൽഡിംഗ്സിൻ്റെ A to J കാറ്റഗറി എടുത്തു നോക്കുമ്പോൾ ഒക്കുപ്പൻസിക്ക് അനുസരിച്ച് ഈ വിഡ്ത്ത് മാറുകയും ചെയ്യും. സ്റ്റെയർസിൻ്റെ കേസ് വരുമ്പോൾ ജനറൽ സ്റ്റെയർസ് ആൻഡ് ഫയർ എസ്കേപ്പ് സ്റ്റെയർ എന്നിങ്ങനെ 2 കാറ്റഗറിയാണുള്ളത്. ജനറൽ സ്റ്റെയർസിന് മിനിമം 1.2 മീറ്റർ ആണ് വിഡ്ത്തായി കൊടുക്കേണ്ടത്. അതിൽ ത്രെഡ് വിഡ്ത്ത് മിനിമം 30 സെൻറ്റിമീറ്റർ, റൈസ് ഹൈറ്റ് മാക്സിമം 15 സെൻറ്റിമീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഹാൻഡ് റെയിലിനുള്ള ഹൈറ്റ് മിനിമം 90 സെൻറ്റിമീറ്റർ. അതുപോലെ സ്റ്റെയറിലേക്കുള്ള പാസേജ് വേ വിഡ്ത്ത് ഒരു കാരണവശാലും സ്റ്റെയർ വിഡ്ത്തിനേക്കാളും കുറയാനും പാടില്ല. ഫയർ എസ്കേപ്പ് സ്റ്റെയർ കൊടുക്കേണ്ടത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 3 സ്റ്റോറീസ് ഉള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 2 സ്റ്റോറീസ് ഉള്ള നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനുമാണ്. മിനിമം സ്റ്റെയർ കേസ് വിഡ്ത്ത് 75 സെൻറ്റിമീറ്റർ, മാക്സിമം ത്രെഡ് വിഡ്ത്ത് 15 സെൻറ്റിമീറ്റർ, മാക്സിമം റൈസർ ഹൈറ്റ് 19 സെൻറ്റിമീറ്റർ, മാക്സിമം റൈസർ നമ്പർ ഇൻ എ ഫ്ലൈറ്റ് 16 നമ്പേഴ്സ്, ഹാൻഡ് റെയിൽ ഹൈറ്റ് 100 to 120 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ് ഫയർ എസ്കേപ്പ് സ്റ്റെയറിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് സ്ട്രെയിറ്റ് ഫ്ലൈറ്റ് കൊടുത്ത് ഗ്രൗണ്ടിലേക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്ത് വേണം ചെയ്യാൻ. ഹൈ റൈസ് ബിൽഡിംഗ് 4 ഫ്ലോർസിലേക്കാളും അധികമോ അല്ലെങ്കിൽ 15 മീറ്ററിലേക്കാളും ഹൈറ്റുള്ള ബിൽഡിങ്സ് എല്ലാം ഹൈ റൈസ് ബിൽഡിങ്സ് ആണ്. ഇവക്ക് മിനിമം 2 ഫയർ എസ്കേപ്പ് സ്റ്റെയർസ് എങ്കിലും കൊടുക്കേണ്ടതാണ്. അവയിൽ ഒരു സൈഡെങ്കിലും എക്സ്റ്റേണൽ വാളായി കൊടുത്ത് അതിൽ ലാർജ് ഓപ്പണിങ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഓപ്പൺ ഗ്ലാസ് കൊടുത്താൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് എളുപ്പമാകും. 10 മീറ്റർ താഴെ ഹൈറ്റുള്ള ബിൽഡിങ്സിന് ഫയർ എസ്കേപ്പ് പർപ്പസിന് വേണ്ടി സ്പൈറൽ സ്റ്റെയർസും പ്രൊവൈഡ് ചെയ്യാം. ഇത്ര കാര്യങ്ങളാണ് ഡോർസ്, വിൻഡോസ്, സ്റ്റെയർസ് എന്നീ കേസസിൽ KMBRൽ സ്പെസിഫിക് പറഞ്ഞിട്ടുള്ളത്. അതും സേഫ്റ്റി, ആക്സസിബിലിറ്റി, പ്രോപ്പർ ബിൽഡിംഗ് പ്രാക്ടീസസ് എന്നിങ്ങനെ അനുമാനിച്ചാണ് ഇവയെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനെല്ലാം പുറമെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി എൻജിനീയേഴ്സ് കോമൺ ആയി കൊടുക്കുന്ന കുറച്ച് ഡയമെൻഷൻസ് കൂടി പറയാം. ഫ്രണ്ട് ഡോർ മാക്സിമം വിഡ്ത്ത് 120 സെൻറ്റിമീറ്റർ, ഇൻറ്റീരിയർ ഡോർസ് 90 സെൻറ്റിമീറ്റർ, ബാത്റൂം ഡോർസ് 80 or 75 സെൻറ്റിമീറ്റർ, ഡോർ ഹൈറ്റ് 210 സെൻറ്റിമീറ്റർ. ഇനി 2 ഷട്ടേഡ് വിൻഡോ ആണെങ്കിൽ 100 സെൻറ്റിമീറ്റർ, 3 ഷട്ടേഡ് വിൻഡോ 150 സെൻറ്റിമീറ്റർ, 4 ഷട്ടേഡ് വിൻഡോ 200 സെൻറ്റിമീറ്റർ. വിൻഡോ ഹൈറ്റ് കൊടുക്കേണ്ടത് 150 സെൻറ്റിമീറ്റർ, സിൽ ഹൈറ്റ് 60 സെൻറ്റിമീറ്റർ. കിച്ചൺ വിൻഡോ ഇതിൽ നിന്ന് എക്സെപ്ഷണൽ കേസായി പറയേണ്ടി വരും. വിൻഡോ ഹൈറ്റ് 100 സെൻറ്റിമീറ്റർ ആണ് സാധാരണയായി കൊടുക്കാറുള്ളത്. സിൽ ഹൈറ്റ് 110 സെൻറ്റിമീറ്റർ വരും. വെന്റിലേറ്റർ വിഡ്ത്ത് 60 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 50 സെൻറ്റിമീറ്റർ, സിൽ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ. സ്റ്റെയർ വിഡ്ത്ത് 9 സെൻറ്റിമീറ്റർ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനും പബ്ലിക് ബിൽഡിങ്ങിന് 120 സെൻറ്റിമീറ്റർ വിഡ്ത്തും ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ ബൈ.